അമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൻ നാരങ്ങ അച്ചാറാണ്, അതും അച്ചാറ് പൊടി ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അച്ചാറുണ്ടാക്കാൻ ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയാണ് കേട്ടോ അച്ചാറുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കരുത്. വെളിച്ചെണ്ണയിൽ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ കാറിപ്പോവും. അപ്പോൾ നല്ലെണ്ണയിലാണ് ഏറ്റവും അച്ചാറുണ്ടാക്കാനായിട്ട് ബെസ്റ്റ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 തണ്ടോളം കറിവേപ്പിലയും അതുപോലെ 2-3 പച്ചമുളകും കൂടെ ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയിൽ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നാരങ്ങയെ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ നാരങ്ങയെ 5 മിനിറ്റോളം ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഈ നാരങ്ങയുടെ തൊലിയുടെ കയ്പ്പൊക്കെ ഒന്ന് പോവാനും വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് നാരങ്ങയെ വാട്ടിയെടുക്കുക. നാരങ്ങ പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം ഇതാ നാരങ്ങ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി കാശ്മീരി എടുക്കുകയാണെങ്കിൽ കൂടുതലും റെഡിഷ് കളർ ഇട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ച മണം ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം വിനാഗിരിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വിനാഗിരിയും നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരി ചേർത്തിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണയിൽ തന്നെ ഒരല്പം കറിവേപ്പിലയും കടുകും ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഈ അച്ചാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെയും കൂടെ നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ഈ അച്ചാറിന്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ഒരു ആഴ്ചയെങ്കിലും ടിന്നിലടച്ച് സൂക്ഷിച്ചാലേ ഇതിന്റെ കയ്പ്പ് രസമൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്